ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. മറ്റൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. അതായത് നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ആയാലും കൂടെ കഴിക്കുന്ന ടൈപ്പ് സ്പൈസി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ മുളകിലും പുളിയിലും ഒക്കെ പറ്റിച്ചെടുക്കുന്ന ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1/2 കിലോ കേരയാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ കറി വയ്ക്കാനായിട്ട് കുറച്ച് കട്ടിയുള്ള ഫ്ലഷുള്ള മീനാണ് എടുക്കാറ്. ഇതിപ്പോൾ കേരയോ അല്ലെങ്കിൽ ചൂര ആയാലും ഇതിനെടുക്കാം. 1/2 കിലോ മീനിന് ഞാനൊരു 10 വലിയ സൈസിലെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, ഒരു 2 വലിയ പീസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക്. ഇതെല്ലാം നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അതായത് ഒരു ഉള്ളി ഒരു 1-2 പീസായിട്ട്, അതുപോലെ വെളുത്തുള്ളിയും ഒരു 2-3 പീസ്, ഇഞ്ചിയും അതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൺചട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഉലുവയ്ക്ക് പകരം ഉലുവ പൊടിച്ചതാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ വഴറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഉള്ളിയുടെ പുറം ഭാഗമൊക്കെ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആകുന്നവരെ, ആ പരുവാകുന്നവരെ വേണം വഴറ്റാനായിട്ട്. ഉള്ളിയൊന്നും ശരിക്കും ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഉള്ളിയുടെ ആ ഒരു പുറത്തെ ലെയർ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഈ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിതിലുള്ള ഉള്ളി, ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളകും അതുപോലെ തന്നെ ഉലുവയും ഇത്രയും ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. പിന്നെ ഈ ചീനച്ചട്ടിയിൽ ബാക്കി വെളിച്ചെണ്ണ കിടക്കുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, കാരണം അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. ഇതിങ്ങനെ വെള്ളം തൊടാതെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ നമ്മൾ എത്ര എടുത്താലും മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പൊക്കെ ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ നേരത്ത് അത് പിന്നീട് കഴുകി എടുക്കാവുന്നതാണ്. ഈ അരപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. അപ്പോൾ നമ്മളിത് വഴറ്റുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് കുടംപുളി, അതായത് ഒരു 4 മീഡിയം പീസ് കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം. ഈ അരപ്പൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് ഫ്ലെയിം നല്ല ലോ ആയിട്ട് വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 3 ടീസ്പൂൺ കൂമ്പറ്റം എടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. നമ്മൾ ഉലുവയ്ക്ക് പകരം ഉലുവ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കണം. ഇതൊരു 1 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ മാറും. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളിയും ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ മിക്സിയിലുള്ള അരപ്പൊക്കെ ഇതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്നതാണെങ്കിലും നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കറിയെല്ലാം മീനിൻ്റെ പീസസിൽ കവർ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി.
ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് അടച്ചു വെക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അടച്ചു വെക്കാനായിട്ട്. ഇത് അടച്ചു വെക്കുന്ന സമയത്ത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് നമ്മൾ കഴിയുന്നത് സ്പൂൺ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം സ്പൂൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ പീസസ് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പിൻ്റെയും പുളിയുടെയൊക്കെ പാകമൊന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ മീനൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 1-2 മണിക്കൂറിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊക്കെ കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അതുപോലെ മീനിൻ്റെ പീസസിൽ ഉപ്പും പുളിയും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കറി വെച്ച് കുറച്ച് ഒരു 1-2 മണിക്കൂറിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്താൽ മതി. കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ഉപ്പും എരിവും പുളിയൊക്കെയുള്ള സ്പൈസി ആയിട്ടുള്ള നല്ല മീൻകറി റെഡി ആയിട്ടുണ്ടാവും. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം നല്ല സൂപ്പറായിട്ടുള്ളൊരു മീൻകറിയാണിത്. ഈ അളവിൽ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ച് സ്പൈസി ആയിരിക്കും. ഇപ്പോൾ ഇത്രയും സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് ഒത്തിരി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നോopsworld സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.